ചാക്കോ സാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആരുണ്ട്? എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂൾ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നതുകൊണ്ട് എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാണോ പറഞ്ഞത്? എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേക്കാ ഇത്? അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നത്? എവിടെ കേട്ടെന്നറിയാവോ? അഖിലേ അഖിലേ വന്നോടാ മോനെ. പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാരി ഇരിപ്പുണ്ട്. അതിന് മണ്ടക്കൊരു ചൂടിരിപ്പുണ്ട്. പോയിട്ട് വിഷയം അറിയണോ എന്തോ അതല്ലേ? ആ അവൻ വരട്ടെ. എടാ വിഷയം പറഞ്ഞോടാ സാറ്. ഇതുവരെ പറഞ്ഞില്ല. ഞാൻ പറയാം. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ? നിനക്കറിയണോ വിഷയം? കേട്ടാ ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഇനി അടുത്തോണ്ടേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പഠിച്ചോ? മലയാളത്തിന്റെ പദ്യം. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിഹ്നം തുങ്കമ്മ ചവിട്ടിൽ ലാടന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നില കുഞ്ഞു മൺവിള കൂതിയില്ലേ മൺവിള കൂതിയില്ലേ. ഇങ്ങോട്ട് ഇറങ്ങിയോ? ചെല്ലടാ വിളിച്ചല്ലോ. ആ മൺവിളക്കോട് ഇങ്ങോട്ട് വാടാ. മൺവിളക്ക് ഇവിടോട്ട് വെക്ക കേട്ടോ. ഇന്നലെ എന്റെ നെഞ്ചിലെ കൊണ്ടോ? അതിനകത്ത് മൺവിളക്കുണ്ടോ? ഇല്ല. മൺവിളക്കുണ്ടോ? ഇവിടെ വിളക്കെടുത്തോണ്ടോ? മൺവിളക്കില്ലേ? നേരിട്ട് പാടി പദ്യം പാടി. കനകച്ചിലങ്കല്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിയിൽ കലരളം കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പുന്നാരമേ, ആ പിന്നാരം കൊണ്ടേക്ക് വന്നോട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അത്? കടമിഴിയിൽ കമലതളം. കമലതളം എന്നാണോ? ആ മലയാളത്തിന്റെ പുസ്തകം നമ്മളൊക്കെ ഹിന്ദി എടുക്കാം. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? അല്ല എടാ നാം ക്യാ ഹേ അങ്ങനെ ചോദിക്കണം. നാം ക്യാ ഹേ. ഇരിക്കവിടെ. നീ ക്യാ ഹേ ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ആ പാസ്. ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കുന്നു. അങ്ങനെ ഹിന്ദി പോയം പഠിച്ചേ അനന്ത് വരുന്നേറ്റ് ചൊല്ലേ. ഹിന്ദി പോയം എഴുന്നേറ്റ് ചൊല്ലാൻ. അതിന്റെ ആദ്യം ഒന്ന് പറ സാറേ. അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ? ആവോ മിൽക്കർ ഗായേം ഗീതെന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആവോ മിൽക്കർ ഗായേ ഗീത് ഗായേ ഗീത് ബെഡായേ ഗീത് ഗായേ ഗീത് ബെഡായേ ഗീത് ആവോ മിൽക്കർ ഗായേ ഗീത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഇതെന്തിനാന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയം കൊണ്ടൊന്ന് ഓട്ടുള്ളലാക്കിയത് പോയിരിക്കും. അടുത്ത നമുക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നല്ലെന്നാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. ഇതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ചാരിത്രം. എന്നെ കൊണ്ട് കളയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ആ ചരിത്രം. പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പിരമിഡ് മുണ്ടക്കയം കഴിഞ്ഞ കുമളി കഴിഞ്ഞ പീരിമേട്. പിരമിഡ് സ്ഥിതി ചെയ്യുന്ന എവിടാന്ന്? അതെവിടാ? എവിടാ സാറേ? സാറെന്ന് പറഞ്ഞ വനജ ടീച്ചറെ. വനജ ടീച്ചറെ ഈ പിരമിഡ് അല്ല എനിക്കറിയാതെ എവിടാന്ന്. 5 മണിയാകുമ്പോഴോ ബസ്സിന് വരത്തില്ലേ? ആ തൂവാലെ ടീച്ചർ ഒന്ന് കുരിച്ചിട്ടേക്കണേ. എവിടാ സാറേ? എവിടെ? ചോദിച്ചില്ലേ? സാറിനോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറായില്ലേ? പിരമിഡിന് എവിടെയാണ്? വാസ്കോഡെ ഗാമ കാല് കുത്തിയത് എവിടെ? ചാപ്പാട്. ചാപ്പാട് അത് ഉച്ച. വാസ്കോഡ് ഗാമ കാല് കുത്തിയത് എവിടെ? ആരോട്? എന്നോടോ? എടാ കാപ്പാട്. കാപ്പാട്. നീ ഇത്തിരി റോങ് ആവുന്നുണ്ട്. അതിന് ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു 2 വാക്ക് പറയടാ. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ പടമാണ്.
ഷാജി കൈലാസാണ് അതിന്റെ സംവിധായകൻ. ആ പടം നല്ല രീതിയിൽ ഓടിയില്ല, അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു. അടിപൊളി. ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട്. അല്ല, OTT ഓടിയപ്പോ ലാഭമായിരുന്നു. ആ നിർമ്മാതാവ് ഏതാ? ആഗസ്റ്റ് 15 നമുക്ക് എന്ത് കിട്ടും? മുട്ടായി കിട്ടും. മുട്ടായി അവധി 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് കിട്ടി. ഏത് എന്തോ കിട്ടി? ഇപ്പം കിട്ടി. അതോടെ പോയിരിക്കും. ഒന്നുമില്ലേ? ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്. അല്ലാതെ കളിക്കാം. പറഞ്ഞു വരട്ടെ. ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം. അത് നമുക്ക് കളിച്ചാലോടാ. ആരാ രാജാവാകുന്നേ? ഞാൻ രാജാവ്. രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ഭടനുണ്ട്. ഭടനുണ്ട്. അപ്പൊ നീ രാജാവാകണം. ഞാൻ രാജാവ്. നിനക്ക് മന്ത്രിയാവോടാ? പറ്റുമോ? പറ്റും. ഞാൻ മന്ത്രി. നീ മന്ത്രി. അപ്പൊ കിരണിനെ നമുക്ക് പഠനാക്കാം. ടൂർ പോയില്ലേ? ടൂർ പോയി. അന്നാ കിരണിന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പഠനമായിട്ട് നിന്നോളാം. കേട്ടോ? അതല്ല കളിയാ. ഈ നാടകത്തിന് പേരാണ് ഗുരുവിന് പറ്റിയ അബദ്ധം. അങ്ങനെ നോക്കണ്ട, ഞാനിവിടെ പറയുന്ന പോലെ കേട്ടാ മതി കേട്ടോ. വേണ്ട. അപ്പൊ അവിടോട്ട് ഇറങ്ങിയേക്ക. അത് നീ രാജാവ്. ആദ്യം രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. ഞാൻ രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. അത് രംഗത്ത് രാജാവ്. രംഗത്തെന്നല്ലേ രാജാവ്? രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ. രംഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. രംഗം 1 അട്ടഹസിക്ക് സമയം കളയാ. എവിടെ മന്ത്രി? എവിടായിരുന്നു മന്ത്രി? സെക്രട്ടേറിയറ്റിലെ മന്ത്രിയാണോ? അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കാര്യം പറയുന്നത്. കൊട്ടാരത്തിലെ മന്ത്രി. മന്ത്രി. അപ്പൊ എവിടെയും മന്ത്രി എന്ന് പറയുമ്പം നീ ഇറങ്ങി വേണം. പറഞ്ഞാലും പ്രഭു. ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിച്ചു. യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? രാജാവ് പറ. യുദ്ധത്തിന് ഭടനായി നിൽക്കുന്ന റെഡി എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന രവി എവിടെ? എടാ, യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? അത്രയും മതി. നീ വിളിയടാ. ഭടൻ എവിടെ? ഭടൻ ഞാനാ, എന്നെ വിളിക്കണം. ഭടൻ എവിടെ? ഭടൻ എവിടെ? ഒറ്റ തവണ വിളിച്ച ഭട എവിടെ? അത്ര മാത്രം മതി. ഒറ്റ പ്രാവശ്യം ഒരു ഭട വിളിച്ചങ്ങ് നിർത്ത. ഭടൻ എവിടെ? ഞാൻ അഭിനയിക്കും. എനിക്ക് നല്ല സാധിച്ചോളാം. കങ്കാറിന്റെ കുഞ്ഞു വന്ന ഭടൻ. പറഞ്ഞാലും പ്രഭു. അങ്ങനൊന്നും വന്നാ പറ്റത്തില്ല. അങ്ങനെ ഒക്കത്തില്ല. ഇങ്ങനെ വരണം. ഭടൻ വരും. ഞാനാ ഇത് എഴുതിയത്. അതുകൊണ്ടാ പറഞ്ഞത്. നന്നാകട്ടെ. ഒന്നോട് വിളിയടാ. ഭടൻ വരട്ടെ. പ്രഭു ആജ്ഞാപിക്കും. നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലു. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു കളയൂ. കഴുത്തിരിക്കണം. അയ്യോ, തിരികൊളുത്തു വന്ന നിലവിളി പിടിച്ച് ഞെരുക്കടാ. അങ്ങ് കിട്ടിയ അവസരം തിരിച്ചുപിടി. അങ്ങനെ വിട്ടു. അഖിലേ, ഇപ്പൊ കാര്യമായിട്ട് പഠിക്കാൻ ഇങ്ങോട്ട് വാ. സാറ് പറഞ്ഞത് എന്താ പണിയാണ് കാണിച്ചേ? അങ്ങനെ ഇപ്പൊ ചത്തു പോയല്ലേ? നല്ല ഒറിജിനാലിറ്റി വേണമെന്നില്ലേ സാറ് പറഞ്ഞേ? ഒറിജിനാലിറ്റി നമുക്ക് ഒന്നും കൂടെ നോക്കിയാലേ സാറേ. ഒന്നും നോക്കണ്ട. എന്റെ നാടകത്തിലിട്ട പേര് പോലെ ഗുരുവിന് പറ്റിയ അബദ്ധം.